എന്താടാ അവളെ കണ്ടപ്പോ നിനക്ക് തൂറാ മുട്ടിയോ? അങ്ങനെ അങ്ങോട്ട് പോയാലോ? അവിടെ നിനക്ക് കിടാവേ. മണിയേട്ടൻ എവിടെ? അത് പിന്നെ പറഞ്ഞു കൊടുക്കടാ. എന്താണ് നീ കേട്ടത്? വീട്ടിൽ വന്നു കയറി ഒരുത്തനെ ഒരു കാര്യമില്ലാതെ വെട്ടിക്കൊന്നത് എന്തിനാണെന്ന് ഈ നാട്ടുകാരോടുകൂടി ഒന്ന് പറ. അവരും ഞാനും ഒന്ന് അറിയട്ടെ. നിനക്കറിയില്ലേ കൊന്നത് എന്തിനാണെന്ന്? നിനക്കറിയില്ലേ? പോയി ചാടി. എനിക്കൊരാളെ നോക്കണം. വേഗം നോക്ക്. ഓരോ മെനക്കേടുകൾ. ഒന്ന് നോക്കിയിട്ട് ഇറങ്ങണ്ട മകളെ, അങ്ങ് ഓടി എത്തണ്ടതാ. ഒന്ന് വേഗം ആവട്ടെ പെങ്ങളെ, ഇറങ്ങ്. സമയം മെനക്കെടുത്തല്ലേ. ഓരോന്ന് കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും. പോം പോം പോം. പോകാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഇനിയിപ്പോ ചെന്നാ തന്നെ കാണാനും ആരുമില്ല. പിന്നെ എപ്പോ പോയാലെന്നാ, ബസ്സിനിയും വരുമല്ലോ. പോകരുത്, എന്റെ കൂടെ വരണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. என்ன காம்பினேஷன், பீஃபும் பிராண்டியும் போல இருக்கு. ഇതാര്? മരിച്ച സുധാകരേട്ടന്റെ ചേട്ടന് വിജയൻ.
ഏതോ ഒരു ഭരത്തനാ, കൂടുതലായൊന്നും അറിയില്ല. ഓ അത് CP ആയിട്ടുള്ള പ്രശ്ന. ഞാനൊന്ന് ഇടപെട്ടു, കൂടെ ഉണ്ട്, കൊടുക്കാം. ഞാൻ വണ്ടി ഓടിക്കുക. മെമ്പറെ ആരാ? കോഴിപ്പണിക്കര. ആ പറയടോ. ഓ ഒന്നും പറയണ്ടെന്നെ പണിക്കരെ. ഇല്ലിക്കൽ ജോസിന്റെ കളി എന്നോട്. പഞ്ചായത്ത് വികസന ഫണ്ട് ഞാൻ കട്ടുമുടിച്ചു, മെമ്പർ CPയെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നാളെ മുതൽ അവന്റെ കാൽനടജാഥ പേര് ചതച്ചേക്കാൻ പറഞ്ഞു. ഇവൻ അതങ്ങ് വൃത്തിയായിട്ട് ചെയ്തു. നമ്മുടെ അടുത്താ കളി. കവലയിൽ അടിയുടെ പൊടിപൂരമല്ലായിരുന്നോ? ഇനി അവൻ നടന്നു പോവില്ല, പിന്നല്ലേ കാൽനടജാഥ. ഞങ്ങൾ ആ മണിയുടെ അടുത്ത് വരുന്നു പോവുക. വൈകിട്ട് കാണാടോ. ഓക്കെ. വാ വാ, ഇന്ന് ഫുള്ളിന്റെ ഡേ. എന്റെ ആദ്യ ഭാര്യയ്ക്ക് പുതിയ ഭർത്താവിനെ കിട്ടിയതിന്റെ ആഘോഷം. ക്രാവെ ഒഴിക്കട ഒരു 90. ഓ അവളുടെ കൂടെ വന്നവനെ കണ്ടോ? കണ്ടില്ല, കാണാൻ സമയമായിട്ടില്ല. ഞാൻ കണ്ടു. ആളെങ്ങനെ? ഒറ്റയടി തീർത്തടിച്ചാൽ വീഴും, അത്രേ ഉള്ളൂ. വീഴും, പക്ഷെ അടിക്കുന്നവനായിരിക്കും. നീ ശരിക്ക് കണ്ടു കാണില്ല അല്ലേ കിടാവേ? ശരിക്കും അങ്ങോട്ട് കണ്ടില്ല. എന്തായാലും അവള് നിന്റെ തല തൊഴിഞ്ഞല്ലോ, സമാധാനായി. ഓൾഡ് ഹസ്ബൻഡിനെ തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞ് അവൾ ഇവിടെയോ നമ്മുടെ കടത്തിണ്ണയിലോ സത്യാഗ്രഹം ഇരിക്കുമെന്നായിരുന്നു എന്റെ പേടി. ആ നിർമ്മലേ, ദൈവം നിന്റെ കൂടെയാ. അവൾ അവനെ പൊറപ്പിക്കുക, അവൻ അവളെ പൊറപ്പിക്കുക, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. നമ്മള് ഹാപ്പി ലടാ ശിവ. ഏതായാലും എന്റെ വാർഡിൽ ഒരാൾ കൂടെ ആയി. അവൻ ആരാണെന്നും അവന്റെ ഉദ്ദേശം എന്താണെന്നും അറിയണം. അത് ഞാൻ ഏറ്റു. ഇവള് ജയിലിലായപ്പോഴേ ലീല പാതി ചത്ത പോലായി. മണി നിർമ്മലയുടെ കൂടെ പൊറുതി തുടങ്ങിയ പിന്നെ അവൾ എണീറ്റിട്ടില്ല. ചത്ത നന്നായി. ഒന്നും അറിയണ്ടല്ലോ. മല്ലിയെ മരണം അറിയിക്കാൻ കണ്ണൂർ വന്നത് ഞാനാ. അന്നും മണിയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഇവളും ഇല്ലാണ്ടാവുമെന്ന് എനിക്ക് തോന്നി. എടോ കേശവ, ഓ എൻ്റെ ഭാര്യ, അല്ല ഭാര്യയായിരുന്നു, ഇപ്പൊ അവൾ എൻ്റെ ഭർത്താവാ. അവൾക്ക് വട്ടായി പോയി. മല്ലികേ, നിന്നെ വിമാനത്തിലെ വിടാവുന്ന ഞാൻ പ്രത്യേകം മന്ത്രിയോട് പറഞ്ഞിരുന്നതാ. പറഞ്ഞത് ഭവാനിയല്ലേ, ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റുമോടോ? പറ്റത്തില്ല പറ്റത്തില്ല. എവിടുന്നാ? വടക്കൂന്ന. ഉണ്ണിയാർച്ചയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ, കഴിഞ്ഞ മാസത്തിലെ. വേല എടുക്കാതെ ഉടവാളം വീശി നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ തന്നെയാണോ കെട്ടിയത്? അതെ, കുഞ്ഞിരാമൻ തന്നെ. ഗൾഫിലായിരുന്നു, ഇപ്പൊ രണ്ടുപേരും സൗദിയിൽ. അവൻ അങ്ങനെ തന്നെ വേണം. അല്ല പിന്നെ എന്താടോ കേശവ കുന്തം വിഴിഞ്ഞണക്കിക്കുന്നത്? മീൻ വെട്ടാനുണ്ടെന്ന് അറിഞ്ഞൂടെ? ഇപ്പൊ വരാ. ചട്ടി കിടക്കുന്ന തിമിങ്ങലെ ഇപ്പൊ ചീഞ്ഞു പോവുമല്ലോ. ഒക്കെ എൻ്റെ കാലിൻ്റെ കുഴപ്പാ. ഒരു ദിവസം അവൾ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ കാല് മുടക്കിയൊരൊറ്റ തൊഴി. അവളുടെ കയ്യിലിരുന്ന കത്തിക്കൊണ്ട് എന്നെ കാലിട്ടൊരൊറ്റ വെട്ടും. അങ്ങനെ എൻ്റെ കാലിന് ചട്ടും. അവൾക്ക് തലയ്ക്ക് വട്ടുമായി പോയി. ഇപ്പൊ അവള് ഭർത്താവും ഞാൻ ഭാര്യയും. എന്താ പോരെ? എന്റെ മകളാ സുനന്ദ. ഭർത്താവ് ഗൾഫിലാ. അതിന്റെ സന്തോഷത്തിൽ എപ്പോഴും അവള്. ബാങ്കിൽ നിൽക്കുമ്പോഴാ ഫോൺ വന്നത്. മല്ലിയും കൂടെ ഒരാളും വന്നിട്ടുണ്ടെന്ന്. ഇതാ കൂടെ വന്ന ആള്. അതെ, ഞാൻ സുനന്ദയല്ലേ? എനിക്ക് മനസ്സിലായി. മല്ലിക എവിടെ? മല്ലി, എടി മല്ലി. അമ്മയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളതോ മോക്കുണ്ടോ?